ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിഷ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷെ അത് എങ്ങനെ നമുക്ക് വളരെ കോൺഷ്യസ് ആയിട്ട്, അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യം, എങ്ങനെയാണ് ഈ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് എന്നതാണ്. സത്യം പറഞ്ഞാൽ അതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എത്ര കാര്യങ്ങൾ. പക്ഷേ ഇതിൽ എത്ര കാര്യങ്ങൾ നമ്മൾ ശരിക്കും കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്? അതായത് ആ നിമിഷത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ചിന്തകളും ടെൻഷനും ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് ആ നിമിഷത്തിലേക്ക്, അതായത് നമ്മുടെ പ്രസൻസിലേക്ക് ഇടയ്ക്കിടെ തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നതാണ്. അതായത് എത്ര പേർ ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു? ശ്വാസം അത് തനിയെ നടക്കുന്നതല്ലേ എന്ന് നിങ്ങളുടെ മനസ്സിപ്പോൾ പറയും. അതെ, ശ്വാസം തനിയെയാണ് നടക്കുന്നത്. ശ്വസിക്കാൻ മറന്നു എന്ന് പറഞ്ഞ് ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? പക്ഷേ ഈ ശ്വാസത്തെ ബോധപൂർവം ശ്രദ്ധിക്കുമ്പോൾ അതൊരു മന്ത്രം പോലെ, ഒരു ധ്യാനം പോലെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ ശ്വാസത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഇതിനൊക്കെ എവിടെയാണ് സമയം? തിരക്കിട്ട ഈ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും എനിക്കിതിനു വേണ്ടി മാറ്റിവെക്കാനൊക്കെ സാധിക്കുമോ? പക്ഷെ ശരിയാണ്, ഒരുപാട് സമയം എടുത്താൽ നമുക്ക് ധ്യാനിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടത്തില്ലായിരിക്കും. പക്ഷേ ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു ബോധപൂർവമായ ശ്വാസം മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബോധപൂർവമായ ശ്വാസം എടുക്കാൻ എത്ര സമയം വേണം? ഒരു പക്ഷേ 15 തൊട്ട് 20 സെക്കൻഡ് മതിയാവും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ബോധപൂർവം ചെയ്യുമ്പോൾ അതൊരു മിനി മെഡിറ്റേഷൻ പോലെയാണ്. നമ്മൾ സാധാരണഗതിയിൽ ശ്വാസം എടുക്കാറുണ്ടെങ്കിലും നമ്മളത് അറിയാറില്ല. കാരണം അതൊരു അൺകോൺഷ്യസ് പ്രക്രിയയാണ്. ശ്വാസം എടുക്കാൻ മറന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ശരീരം നമ്മൾ അറിയാതെ തന്നെ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കും. ശ്വാസം എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഒരു പരിധി വരെ നമുക്ക് ശ്വാസത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ശ്വാസം കുറച്ചുകൂടി ദീർഘമായി എടുക്കാം, വേണമെങ്കിൽ കുറച്ചു നേരം ശ്വാസം പിടിച്ചു നിർത്താം. പക്ഷേ എന്നേക്കുമായി ശ്വാസം നിർത്താൻ നമുക്ക് സാധിക്കുമോ? ആരും അങ്ങനെ ശ്രമിക്കാറില്ല അല്ലേ? ഒരാൾക്ക് മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ശ്വാസം പിടിച്ചു നിർത്തി മരിക്കാൻ ആരും ശ്രമിക്കാറില്ല, ശരിയല്ലേ? കാരണം നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒന്ന്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് അതിന് നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ ശ്വാസം എടുക്കുന്നത് ഒരു അൺകോൺഷ്യസ് പ്രോസസ് ആണെങ്കിലും അതിന് നമ്മുടെ ബോധവുമായൊരു ബന്ധമുണ്ട്. ആത്മീയമായിട്ട് പറഞ്ഞാൽ ഈ ഒരു അൺകോൺഷ്യസ് ആയ ഈ ശ്വാസം എടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് കോൺഷ്യസ് ആക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പുരാതനവും ശക്തവുമായ ആത്മീയ സാധനങ്ങളിൽ ഒന്ന്. അതായത് ഈ കോൺഷ്യസ് ആക്കി മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണെന്ന്. ബുദ്ധന്റെ കാലം മുതലേ ഉള്ളൊരു കാര്യമാണിത്. ശ്വാസത്തെക്കുറിച്ച് അവെയർ ആകുക, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ അവെയർനെസ്സും ശ്വാസത്തോടൊപ്പം സഞ്ചരിക്കുന്നു. ഒരു കോൺഷ്യസ് ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ, അതായത് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒരു വലിയ മാറ്റം വരുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതൊന്ന് ചെയ്തു നോക്കിയാലോ? നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. കണ്ണുകൾ അടയ്ക്കാൻ തോന്നുവാണെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ തുറന്നു തന്നെ വെക്കാം. ഇപ്പോൾ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വയർ വികസിക്കുന്നത് ശ്രദ്ധിക്കുക. ശ്വാസം മുഴുവനായി ഉള്ളിലേക്ക് എത്തിയ ശേഷം ഒരു ചെറിയ നിമിഷത്തേക്ക് ശ്വാസം പിടിച്ചു നിർത്തുക. 2 സെക്കൻഡോ 3 സെക്കൻഡോ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക.
ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് നിറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ വയറിൻ്റെ ഭാഗത്തായിരിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ശ്വാസം നിറയുന്നതിൻ്റെ സെൻസേഷൻ അനുഭവപ്പെടുന്നത്. ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ശ്വാസത്തിൻ്റെ ഇടയിൽ ഒരു നിമിഷം നിങ്ങളുടെ എനർജി അവിടെ സ്റ്റില്ലായി നിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് വളരെ നല്ലൊരു ഫീലിംഗ് ആണ് അല്ലേ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒരു കോൺഷ്യസ് ബ്രീത്ത് എടുക്കാൻ തോന്നും. ഇനി ഞാനത് ഒന്നുകൂടി പറയാം. നിങ്ങൾ ഈ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം ഒരു ചെറിയ നിമിഷത്തേക്ക് ശ്വാസം പിടിച്ചു നിർത്തുന്നത് ശ്രദ്ധിക്കാം. ആ ഒരു ചെറിയ നിമിഷത്തിൽ 1 സെക്കൻഡോ 2 സെക്കൻഡോ നേരത്തേക്ക് ഒരുതരം ശാന്തത, ഒരുതരം നിശബ്ദത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇത് ഒന്നും കൂടി ഞാൻ പറയാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. നമ്മുടെ വയറിൻ്റെ അടിഭാഗത്ത് വരെ ആ ശ്വാസം എത്തുന്നു. അവിടെ വെച്ചൊരു ചെറിയ നിമിഷത്തേക്ക് നിൽക്കുന്നു. ആ ശാന്തത അനുഭവിക്കുന്നു. തുടർന്ന് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ 2 ശ്വാസങ്ങൾക്കുമിടയിലുള്ള ആ നിശബ്ദതയിൽ അടിവയറിലെ ആ ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു സ്റ്റിൽനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ഒരു ബോധപൂർവമായ ശ്വാസം എടുക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഇത് എത്രമാത്രം സന്തോഷം തരുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുമ്പോൾ ഒരു ശ്വാസം മാത്രം പോരാ, 2ാമതും 3ാമതും ഇങ്ങനെ ഒരു ശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ 3 ബോധപൂർവമായ ശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കില്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം. അടുത്ത ബോധപൂർവമായ ശ്വാസം ഒരു അരമണിക്കൂറിന് ശേഷം അങ്ങനെ. പക്ഷേ നമ്മുടെ മനസ്സിത് വേണ്ടാന്ന് പറയും. എനിക്കിപ്പോൾ അതിനൊന്നും കഴിയില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പിന്നെ മതി, ഞാൻ ഇപ്പോൾ ഭയങ്കര ബിസിയാണ് എന്നൊക്കെ. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇത് സത്യത്തിൽ ഒരു നുണയാണ്. കാരണം ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുന്ന സമയത്താണെങ്കിൽ, അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ കോൺഷ്യസ് ബ്രീത്ത് എടുക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ അങ്ങനെ അല്ലാത്ത മിക്ക സമയങ്ങളിലും ഒരു കോൺഷ്യസ് ബ്രീത്തിനുള്ള സമയമൊക്കെ നമുക്കുണ്ട് ഇല്ലേ? ഞാനൊരു ഏകദേശം 2 വർഷം മുമ്പ് ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് പഠിച്ചത് ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ കോൺഷ്യസ് ബ്രീത്ത് എടുക്കണമെന്നാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഇനി നിങ്ങൾ ധ്യാനിക്കുന്നവരാണെങ്കിൽ ധ്യാനം എന്നത് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണരുത്. എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്കൊരു സമയത്തിൻ്റെ ഒരു ഘടകം വരുന്നുണ്ട്. പക്ഷേ ധ്യാനത്തിൻ്റെ ലക്ഷ്യം ഈ നിമിഷത്തിൽ തന്നെ നിലനിൽക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ധ്യാനത്തിനിടയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ, ഉദാഹരണത്തിന് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ശബ്ദമോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വേദനയോ ഉണ്ടായാൽ അതിനെ ധ്യാനത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. നമ്മൾ ധ്യാനിക്കുമ്പോൾ പുറത്ത് വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ ശബ്ദത്തെ ധ്യാനത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ശബ്ദം നിങ്ങളെ ഒരു തരത്തിലും ശല്യപ്പെടുത്തില്ല. എത്ര മോശമായ ശബ്ദമായാലും അതെല്ലാം നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു ദിവസം 1 or 2 കോൺഷ്യസ് ബ്രീത്ത് എടുത്ത് തുടങ്ങുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓരോ മണിക്കൂറും ഇടവിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ ഇനി ഒരുപാട് പണച്ചെലവോ സമയമോ ഒന്നും ആവശ്യമില്ല. ഒരു ബോധപൂർവമായ ശ്വാസം എടുത്താൽ മാത്രം മതി. ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്